പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കർണാടക ഗുണ്ടൽപേട്ടയിലെ വൈറൽ മുന്തിരിത്തോട്ടം കേട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി കണ്ടുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലെ മുന്തിരിത്തോട്ടം കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന സമയത്തുണ്ടല്ലോ, ഒരേക്കർ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കാല് കുത്തുന്ന സ്ഥലമല്ല. 25 രൂപ എൻട്രൻസ് ഫീസാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിരവധി പേര് സുഹൃത്തുക്കളായിട്ടും ഫാമിലി ആയിട്ടും വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഫുൾ ഹാപ്പിയാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായ മലപ്പുറത്തുകാരൻ അഷറഫ് ഖാൻ നമ്മളെടുത്തുണ്ട്. അഷറഫ് ഖാനോട് നമുക്ക് ഇതിൻ്റെ ഒരു മൈൻഡ്, എന്തായാലും മലയാളിയാണ്, മലയാളിക്ക് ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ വരുള്ളൂ. മലപ്പുറം കോട്ടക്കൽ കോട്ടക്കൽക്കാരനെ അഷറഫ് ഖാൻ, എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് തോന്നാൻ കാരണം? അതും ചുരുക്കി പറയുകയാണെങ്കിൽ. അതെ, ഇത് നമ്മളൊരു ആയുർവേദ റിസോർട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ആയുർവേദ റിസോർട്ടിലെ സ്റ്റേക്ക് വരുന്നവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് ആദ്യം ഞങ്ങളൊരു ഫ്ലവർ ഗാർഡൻ വിചാരിച്ചത്. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കസ്റ്റമർക്ക് അപ്പോൾ റൂമുകളൊക്കെ എടുത്തുണ്ടാകുമ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാനിങ്ങനെ വരുന്ന ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരുണ്ട്, അവർക്ക് 100 ഏക്കർ മുന്തിരിത്തോട്ടം, അവർ മുന്തിരിത്തോട്ടം ചെയ്യുക എന്നുള്ള ആശയമാണ്. ഇവിടെ വിജയിക്കോ എന്നുള്ളത് 10% പോലും ചാൻസ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ റിസ്ക് എടുത്തതാണ്. ഇത് 4ാമത്തെ വിളവാണ്. 3 വിളവും ആരും അറിയാതെ പോയി. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കർണാടകത്തിലും കേരളത്തിലും മൊത്തം ഫേമസ് ആയി. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്ന സാഫല്യമാണ് ഇത്. പല പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. എന്തായാലും കർണാടക ഗുണ്ടൽപേട്ടയിലെ ഒരു കൊച്ചുമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. മോളെ പേരെന്താ? ജുമാന. എവിടുന്നാ വരുന്നത്? വയനാട് മാനന്തവാടി ജുമാന വന്ന്. മോള് മുന്തിരിത്തോട്ടം കണ്ടോ? കാണാൻ പോവല്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ് വയനാട് മാനന്തവാടിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളും ഇവിടെ വരുന്നുണ്ടോ. എന്തായാലും ഇതൊരു വേറിട്ട അനുഭവമാണ്, വേറിട്ടൊരു വൈബമാണ്. നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടത് ഫാമിലി ആയിട്ട് വന്നവർ, അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് വന്നവരൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് ഇത് വൈറലാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണല്ലോ. എന്തായാലും നമ്മൾ അവിടെ വന്ന ഓരോരുത്തരോട് സംസാരിച്ചു. അപ്പോൾ മലയാളീസ് എന്നൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് പ്ലാൻ ചെയ്തവൻ്റെ മൈൻഡ്. കാരണം എന്താ വെച്ചാൽ ഈ 1 ഏക്കർ സ്ഥലത്ത് ഇത്ര മുന്തിരി തട്ടിട്ട് 25 രൂപ വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് കാണുന്നത്. അപ്പോൾ കിട്ടുന്ന ഒരു വരുമാനം, ആ ഒരു മൈൻഡ്. ഇതന്നെ ഇപ്പോൾ 3ാമത്തെ വിളവെടുപ്പ് എന്നാണ് പറഞ്ഞത്, 4ാമത്തെ 3 വിളവെടുപ്പും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ആരും അറിയാതെ പോയി എന്നാണ് ഇതിൻ്റെ മുതലാളി നമ്മളോട് പറഞ്ഞത്, മലപ്പുറത്തുകാരനെ. ഇത് നിങ്ങൾ കണ്ടോ? ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ വന്നു എന്നിട്ട് കണ്ടോ, നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടോ, ഗ്രൂപ്പായിട്ട് വീഡിയോസ് എടുക്കുന്നത് എല്ലാം ഒരു മനോഹര നിമിഷങ്ങളാണ് ഇതിനകത്ത്. അതും സൈലൻ്റ് ആയിട്ട്. ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ എന്താ പറയുക, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇന്ന് ഞാൻ വന്നപ്പോൾ കണ്ടത് പക്ക സൈലൻറ്റ്. അതാണ് ഇവിടെ കണ്ടത്. എല്ലാവരും ഒരുമിച്ച്. പ്രത്യേകിച്ച് അങ്ങനെ വരാൻ കാരണമുണ്ട്, വരുന്നത് അധികം ഫാമിലീസാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. അതുമാത്രമല്ല, മുന്തിരി കുലകൾ അതേപോലെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഓരോ കായൊക്കെ പറിച്ച് തിന്നുന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവിടെ നിന്ന് അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ആരും മുന്തിരിക്കുലകൾ തുടരുത്, പറിക്കരുത്, മരുന്നടിച്ചിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും ചിലരൊക്കെ അതിൽ നിന്ന് പറിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ മുന്തിരിക്കുലകൾ നോക്കിയാൽ കാണാം, അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കായ്കളൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അവർക്ക് തന്നെ അറിയാം, എന്തായാലും ഇത്ര ആളുകൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാവുന്ന അവർക്ക് എന്തായാലും അറിയാം. 1-2 പേരൊക്കെ അതിൻ്റെ ഉള്ളിൽ നോക്കുന്നുണ്ട്, അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു മനോഹര കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ആദ്യമായിട്ടൊക്കെ വന്ന് കാണുന്നവർക്ക്, ഈ മുന്തിരിപ്പാടങ്ങൾ കാണുന്നവർക്കൊക്കെ ഒരു അത്ഭുത മനോഹര കാഴ്ച തന്നെയാണ്, അതിലൊരു സംശയമല്ല കേട്ടോ. എന്തായാലും കർണാടക ഗുണ്ടൽപേട്ടയിലെ ഈ 1 ഏക്കറയിലുള്ള ഈ ഒരു മനോഹരമായ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോകാനും, ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതേ, ഇവിടെ കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. അതിലൊന്നും കുഴപ്പമില്ല, ഞാൻ അവരോട് പറഞ്ഞു പറിക്കരുത് എന്നിട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാണ് സ്ഥിതി. ഫോട്ടോസ് അവരോടൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ മലപ്പുറത്ത്, അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട്, അങ്ങനെ പല പല ജില്ലകളിൽ നിന്ന് വന്നവരാണ്. എന്തായിട്ടുണ്ടെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇന്ന് ആ കർണാടകയിലെ ആ വൈറൽ മുന്തിരിത്തോപ്പ് പോകാനും കാണാനും പറ്റിയതിൽ. അപ്പോൾ കർണാടക ഗുണ്ടൽപേട്ടയിലെ ഈ ഒരു മുന്തിരിത്തോപ്പ് ഒന്ന് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു മലയാളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മലയാളീസാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീഡിയോസ്. കർണാടക ഗുണ്ടൽപേട്ടയിൽ വരുന്നവർക്ക് അടി കിട്ടുന്നു എന്നൊക്കെ പറയുന്നു. എൻ്റെ വീഡിയോസൊക്കെ കണ്ടു. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എത്രയോ വർഷങ്ങളായിട്ട് കർണാടക ഗുണ്ടൽപേട്ടയിൽ ഞാൻ വരുന്നതാണ്. മുന്തിരിത്തോപ്പൊന്നും ഇല്ലെങ്കിലും അന്ന്
ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ സൂര്യകാന്തിയും ഈ സീസണിൽ ഉണ്ടാവും. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്, നമ്മൾ കാണാറുണ്ട്, പോകാറുണ്ട്. കാണുന്നതിന് വേണ്ടി അവർക്കൊരു 10 രൂപ ഫീസും കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് അങ്ങനെയല്ല. അപ്പോൾ ആളുകൾക്കിടയിൽ ഇപ്പം തന്നെ ഒരു ചർച്ചയുണ്ട്, കർണാടകയിൽ പോകുന്നവർക്ക് മലയാളീസിന് അടി കിട്ടുന്നു. എങ്ങനെ ഞാനിതിനെക്കുറിച്ച് അവരോടൊക്കെ സംസാരിച്ചു, നമുക്ക് അറിയുന്നവരോടൊക്കെ. അപ്പോൾ ഈ ഒരു മുന്തിരിത്തോപ്പിൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് പുറത്ത് റോഡ് വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത്, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ 1-2 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പ്രശ്നമല്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഇന്നൊന്നും അങ്ങനത്തെ യാതൊരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ധൈര്യമായിട്ട് പോരാ, ഒരു കുഴപ്പമില്ല. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഇവിടെ വരിക, 25 രൂപ കൊടുക്കുക, ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുക, ഉള്ളിലേക്ക് കയറുക. മനോഹരമായ ഈ മുന്തിരിത്തോപ്പിൽ ഇഷ്ടംപോലെ നേരം നമുക്ക് ചിലവഴിക്കുക, ഇഷ്ടംപോലെ നമുക്ക് വീഡിയോസ് എടുക്കുക, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുക. നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്കത് അപ്ലോഡ് ചെയ്യുക. മോണിറ്റൈസേഷനായ ചാനലുകളൊക്കെ ആണെങ്കിൽ ഒരു വരുമാന സാധ്യത കൂടിയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിചയപ്പെട്ടു, എല്ലാവരും ഹാപ്പിയാണ്. അവരവരുടെ സ്ഥലങ്ങൾ പറഞ്ഞു, അവർ സൂപ്പറാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോളോട് ചോദിച്ചു എങ്ങനെയുണ്ട്, മോളും പറഞ്ഞു അടിപൊളി അടിപൊളി, മോളും പറഞ്ഞു അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടു, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നെഗറ്റീവായിട്ട് ആരും പറഞ്ഞത് കേട്ടില്ല. പറയാൻ കാരണം ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്, ഇത്തിരി മുന്തിരി തോന്നുന്നതോ അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്. നമുക്കിടയിൽ അങ്ങനെയാണല്ലോ. എന്തായാലും അടിപൊളി. നമ്മൾ പലരോടും ചോദിച്ചു, എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കർണാടക ഗുണ്ടൽപേട്ടയിലെ ഈ മനോഹരമായ മുന്തിരിത്തോപ്പ് വരാനും കാണാനും കുറച്ച് ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു. വൈറലാകുന്നതിൻ്റെ മുമ്പ് വരേണ്ടിയിരുന്നു. ഇപ്പോൾ ഇത്തിരി താമസിച്ചു. ഞായറാഴ്ചയാണ്, സൺഡേ ആയിട്ട് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരിക. ഏകദേശം പഴുത്ത് പറിക്കാനായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ 4ാമത്തെ വിളവെടുപ്പാണെന്നാണ് ഇതിൻ്റെ മുതലാളി പറഞ്ഞത്. മുതലാളി ഫുൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ മൂപ്പര് കൂടിയും കരുതിയിട്ടില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുള്ളത്. കാരണം 3 വിളവെടുപ്പ് ഇതിൽ നിന്നും എടുത്തു എന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത്, അഷ്റഫൊക്കെ പറഞ്ഞത്. 3 അന്നൊന്നും നമ്മൾ സംഭവം. അപ്പോൾ കൈകൊണ്ട് പറിക്കണ്ട, അപ്പോൾ സുഖമാണല്ലോ. കൈകൊണ്ട് പറിച്ചാലല്ലേ പ്രശ്നം. മൂപ്പര് പതുക്കെ വന്ന് ചാമ്പി പോയിട്ടോ. അപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ 3 തവണ ആരും അറിയാതെ വിളവെടുത്ത് പോയി. ഇത് 4ാമത്തെ തവണയാണ് നല്ലത്. അപ്പോൾ അത് എങ്ങനെയോ എന്തും അങ്ങനെയാണല്ലോ, ഓരോന്നിനും ഓരോന്നിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ വൈറലായി, ആളുകൾ ഇടിച്ചു കയറി. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സാധ്യത വെച്ചു. ആ സാധ്യത ക്ലിക്കായി. ആർക്കും ഒരു പരാതിയൊന്നുമില്ല. ടിക്കറ്റ് 25 രൂപ കൊടുക്കുന്നതിന് എല്ലാവരും കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇനി പൈസ ഇല്ലാത്ത ആളുകളിൽ നിന്ന് അവർ നിർബന്ധിച്ച് വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. കണ്ടോ, അടിപൊളി മുന്തിരികൾ ഇങ്ങനെ വിളഞ്ഞ് തൂങ്ങി നിൽക്കുന്ന കണ്ടോ. ഒന്ന് കയ്യിലുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇതിപ്പോൾ മലയാളീസിൻ്റെതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കർണാടകക്കാരൻ്റെ ആണെങ്കിൽ അത് മതി ചുറ്റിപ്പറ്റി പിടിക്കാനും അതിന്മേൽ പൈസ വാങ്ങാനൊക്കെ. അങ്ങനെയാണല്ലോ. എന്തായാലും അടിപൊളി. നമ്മൾ അവരെയും പരിചയപ്പെട്ടു, അവരുടെ സ്ഥലം ചോദിച്ചു, പേര് ചോദിച്ചു, ആരുടെ കൂടെ വന്നത് ചോദിച്ചു. അവരതിനൊക്കെ റിപ്ലൈ തന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.